Ladies and gentlemen, this is Adarsh and welcome to my comedy. Gata Gusti 2. നമ്മുടെ വിഷ്ണു വിശാൽ ഐശ്വര്യ ലക്ഷ്മി ഇവരൊക്കെ അഭിനയിച്ച ഗട്ട ഗുസ്തിയുടെ രണ്ടാം ഭാഗം ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട അത്രയും വിഷ്ണു വിശാലിനെയും ഐശ്വര്യ ലക്ഷ്മിനെയും ഇഷ്ടമുള്ളതുകൊണ്ടൊന്നും അല്ല, ആ തിയേറ്ററിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് സെക്കൻഡ് പാർട്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണണം വിചാരിച്ചാണ്. മഴ വന്ന നോമിനെ മൂഡ് പോവും, അതുകൊണ്ട് ഞാൻ പോയില്ല. ഫസ്റ്റ് പാർട്ട് എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. അപ്പൊ സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ട് പോലെയെങ്കിലും എടുത്തു വെക്കണല്ലോ. എന്തിനാ ഫസ്റ്റ് പാർട്ട് പോലെ എടുത്തു വെക്കണേ? ഫസ്റ്റ് പാർട്ട് സീൻ ബൈ സീൻ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് വരെ ഡിറ്റോ സാധനമാണ്. സ്റ്റിൽ നൈസാണ്. നൈസ് പറഞ്ഞാൽ ചിരിക്കാനുണ്ട്, കുറെ ചിരിക്കാനുണ്ട്. ഞാനൊക്കെ ഇരുന്ന് മറന്ന് കടന്ന് ചിരിച്ചു. വലിയ കഥ, കവിത, നോവൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചുമ്മാ ചിരിക്കണം വെച്ചാൽ കാണാവുന്ന ഒരു പടം. ഗട്ടാ ഗുസിയുടെ ഫസ്റ്റ് പാർട്ടിൽ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ തന്നെയാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങിയിരിക്കുന്നത്. ഐശ്വര്യ ലക്ഷ്മിക്ക് വീണ്ടും റെസ്ലിങ്ങിന് പോകണം, പക്ഷെ ആള് ഗർഭിണിയാണ്. വിഷ്ണു വിശാൽ പറയുന്നു കൊച്ചിനെയും വീട്ടിലെ എല്ലാ കാര്യവും നോം തന്നെ നോക്കിക്കോളാം. അങ്ങനെ ആള് ഹൗസ് ഹസ്ബൻഡ് ആവുകയാണ്. ചേച്ചി റെസ്ലിങ്ങിനും പോവാണ്. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ബാക്കിയൊക്കെ ഡിക്ടോസ് ആണ്. ഇതിലാണെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് 1-2 ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ കൊച്ചു വന്നിട്ടുണ്ട്, നമ്മുടെ മോക്ഷ ചേച്ചിയൊക്കെ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ളൊരു രീതിയിൽ കാണാൻ ദിസ് ഇസ് ഓക്കെ. അല്ലാതെ വലിയ ലോജിക്ക്, ഇത് റിയലിസ്റ്റിക് അല്ല, ഇതെന്താ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. ചുമ്മാ ചിരിക്കണം വെച്ചാൽ കാണാവുന്ന ഒരു പടം. ഇതിലൊരു വില്ലൻ ഉണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് നിർഗുണൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നിർഗുണനെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇതില് ഐശ്വര്യ ലക്ഷ്മിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കൊച്ചു മത്സരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഹാർട്ട് ബീറ്റ് സീസൺ 3 താക്കൊക്കെ പിടിച്ചിട്ടൊരു ഡോക്ടർ ഉണ്ട്, കണ്ടവർക്ക് അറിയാം. ആ കൊച്ചാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫീലും തോന്നിയില്ല. ഒരു റെസ്ലർ ആണെന്നേ തോന്നുന്നില്ല. പിന്നെ എന്ത് ഫീൽ തോന്നാനാ? ആ 2 പേര് ഒഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ബാക്കി പടം അത്യാവശ്യം നൈസാണ്. പെർഫോമൻസ് വൈസ് വിഷ്ണു വിശാലും ഐശ്വര്യ ലക്ഷ്മി ഒന്നും അല്ല ഇതിൽ കിഡുമായിട്ട് ആ കൊച്ച് അത് കിഡു പെർഫോമൻസ്. യൂഷ്വലി പിള്ളേര് പറയുമ്പോൾ തന്നെ കൂട്ട്നസ് മെഴുകലാണ്. എനിക്കത് കണ്ടാ കലിയാണ്. എന്നാൽ ഈ കൊച്ച് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഔട്ട് പെർഫോം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ കരുണാസിന്റെ കുറച്ച് സീനുണ്ട്. അങ്ങനെ ഭാര്യ ഇലക്ഷന് നിർത്തുന്നതും പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ പെട്ടായിരുന്നു കേട്ടോ. കുറെ ചിരിക്കാനുണ്ടായിരുന്നു. വിഷ്ണു വിശാൽ വാസ് നൈസ്. ഇയാൾ ഈ ഹൗസ് ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു വൈബ് ഉണ്ടായിരുന്നു. ഐശ്വര്യ ലക്ഷ്മി പല സ്ഥലത്തും ഭയങ്കര ഓവറായിട്ടാണ് തോന്നിയത്. ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ ശരിക്കും ഒരു സീരിയൽ നിലവാരമൊക്കെയാണ് തോന്നിയത്. ഐശ്വര്യ ലക്ഷ്മി ചില സമയത്തൊക്കെ വൻ ഓവറായിരുന്നു. ഐശ്വര്യ ലക്ഷ്മിക്ക് വേറെ ആരോ ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലിയ സുഖം തോന്നി. മ്യൂസിക് വർക്ക്, മറ്റേ സംഭവക്കാരി എന്നുള്ള പാട്ടൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ബാക്കി വൺ കിഡു മ്യൂസിക് വർക്ക് ആയിട്ടും തോന്നിയില്ല. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം, ചിരിക്കാൻ വേണ്ടി കാണാവുന്ന ഒരു പടം. വലിയ കഥയും കവിതയൊക്കെ പ്രതീക്ഷ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. ഗട്ടാ ഗുസ്തി 1 ഇഷ്ടപ്പെട്ട മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാൻ പാടുള്ളൂ. കാരണം ഡിറ്റോ സാധനം തന്നെയാണ്. ഐശ്വര്യ ലക്ഷ്മിക്ക് ടുവേർഡ്സ് എൻഡ് ഒക്കെ ഒരു സീൻ ഉണ്ട്, ഒരു ഗുസ്തിയുടെ സീനൊക്കെ കാണുമ്പോൾ എന്ത് കൺട്രാവിയാണ് എടുത്തു വെക്കാൻ പോണെന്ന് തോന്നും. പക്ഷെ അതിൽ അത്യാവശ്യം ഫൺ പരിപാടിയൊക്കെ ഉണ്ട്. സോ ഓവറോൾ കഥയും കവിതയൊന്നും നോക്കരുത്, ചുമ്മാ കാണണം വെച്ചാൽ കാണാവുന്ന ഒരു പടം. കോമഡി സീൻസ് ഒക്കെ നൈസാണ്. ഇതിലൊരു ക്യാമിയോ ഒക്കെ ഉണ്ട്, രസമാണ്. ഇനി ഗട്ടാ ഗുസ്തി 3 ആയിട്ട് വരും തോന്നുന്നു. കാരണം ഇപ്പൊ 3 പിള്ളേരായിട്ടുണ്ട്. ദയവ് ഇത് വരരുത്. എന്തിനാണ് ഇപ്പൊ ഗട്ടാ ഗുസ്തി 3 പറഞ്ഞിട്ട് 1 2 ഒരുമിച്ച് എടുത്തു വെക്കാനാണ്. 2 തന്നെ 1 ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. 3 പറയുമ്പോൾ 1 2 കൂടി ഒരുമിച്ച് എടുത്തു വെക്കും. അതൊന്നും കാണാനുള്ള സൈസി അടിയനില്ല. അതുകൊണ്ട് ഗട്ടാ ഗുസ്തി 3 ഒന്നും വേണ്ട. സോ വേണ്ടവരെ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.